പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എല്ലാവർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവജനമായി ആയിരിക്കാൻ ദൈവഭാഗ്യം നൽകിയല്ലോ. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 3-ാമത്തെ വചനം ഞാൻ വായിക്കുന്നു. സിംഹാസനത്തിൽ നിന്നും ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ദൈവത്തിന് സ്തോത്രം. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനിയും ഉണ്ടാകുകയില്ല. സ്തോത്രം. ഈ പകൽവേളയിൽ എനിക്ക് നിങ്ങളോട് അർപ്പിക്കാനുള്ള വചനം, ദൈവം ആരാണ്? നമ്മൾ ഈ ദിവസങ്ങളൊക്കെ തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്, ഹൂ ഈസ് അവർ ഗാഡ്. കാരണം ദൈവം എന്നെ കുറിച്ച് എന്നോട് പ്രേരിപ്പിക്കുന്നത്, ദൈവം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം വരും. നമുക്കറിയാവുന്നത് മനുഷ്യരാണ് ആരാണെന്നുള്ള ചിന്തയെ നമുക്ക് പലപ്പോഴും. മനുഷ്യരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ പറയും, ഓ എനിക്ക് എന്നെ വേദനിപ്പിക്കുന്നവൻ, എനിക്ക് നിരാശ നൽകുന്നവൻ, ഒക്കെ എന്നെ കുറ്റപ്പെടുത്തുന്നവർ, ഇതൊക്കെയാണ് മനുഷ്യരെ. പക്ഷേ നമ്മൾ ഈ മനുഷ്യരെ കുറിച്ച് ഓർക്കുന്നതിനേക്കാൾ അധികമായി ദൈവത്തെക്കുറിച്ച് ഓർത്താണ്. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ട ദർശനത്തിൽ കൂടെ, വെളിപ്പാട് പുസ്തകത്തിൽ കൂടെ പറയുകയാണ് ദൈവം ആരാണ്. 21:3 പറയുകയാണ്, അവൻ അവരോട് കൂടെ വസിക്കും. ഹൂ ഈസ് അവർ ഗാഡ്? നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം. നമ്മളൊരു നിരാലംബത്തിൽ വളരെ ശോചനീയമായ ഒരു ചെറിയ വീട്ടിലൊന്ന് താമസിക്കുക. നമ്മൾ ആരെങ്കിലും ഒന്ന് വിളിച്ച് എൻ്റെ കൂടെ ഒന്ന് വരും, ഓരോ ദിവസം ഒന്ന് താമസിക്കുക. ആരും വരത്തില്ല. കാരണം അവർക്ക് വേണ്ടത് വലിയ സമൃദ്ധിയുള്ള സാഹചര്യം. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത പറയുന്നത് നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടല്ലേ ഏദൻ തോട്ടത്തിൽ ദൈവം ആദാമിനെ ഹവ്വയും സൃഷ്ടിച്ചപ്പോൾ ദൈവം സൃഷ്ടിച്ചത് എന്തിനാ? ദൈവത്തിന് അവരുടെ കൂടെ വസിക്കാൻ. അതിനാണ് വെയിലാകുമ്പോൾ, സന്ധ്യാസമയം ആകുമ്പോൾ എപ്പോഴും ആ തോട്ടത്തിൽ ചെല്ലുമായിരുന്നു, തൻ്റെ സ്ഥാനം സൃഷ്ടിച്ച തൻ്റെ മക്കളുടെ കൂടെ വസിക്കാൻ. അന്നും ആഗ്രഹിച്ചത് അത് തന്നെ ഇന്നും ആഗ്രഹിക്കുന്ന ദൈവമാണ്, അല്ലേ? കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞ ക്രിസ്തുയേശുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. നമ്മളെ ഇന്ന് ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക്, സഭയാകുന്ന കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിലായവരൊക്കെ നമ്മളൊക്കെ ഇവിടെ പറയുന്ന ദൈവം ആരാ? കൂടെ വസിക്കുന്ന ദൈവം. അതുകൊണ്ട് ആരും നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുകയൊന്നും വേണ്ട. ദൈവം നിങ്ങളുടെ കൂടെ. നിങ്ങൾക്ക് എവിടെയാണ് പോകണ്ടേ? ദൈവം നിങ്ങളുടെ കൂടെ വരും. പക്ഷെ ദൈവത്തെ കൊണ്ടുപോകണം. പ്രവാചക ശിഷ്യന്മാർ പ്രവാചകനെ വിളിച്ചുകൊണ്ട് പോയത് കൊണ്ടല്ലേ അവർ പണിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ, മരം മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ പോയി. അവൻ നിലവിളിച്ചു, എന്താ? അയ്യോ യജമാനെ, ഞാനത് വാടകയ്ക്ക് വാങ്ങിച്ചതാ, വായ്പ വാങ്ങിയതാ, എനിക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ. പക്ഷേ ആ പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു മരത്തിൻ്റെ കൊമ്പ് വെട്ടി അതിലേക്ക് എറിഞ്ഞപ്പോൾ കുളത്തിൽ നഷ്ടപ്പെട്ടു പോയ കോടാലിയെ പൊങ്ങി വന്നു. അത് അവന് തിരിച്ചു കൊടുത്തു. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ വസിക്കുന്ന ഇടം സന്തോഷമുള്ളതാണ്. നിങ്ങളുടെ ഭവനത്തിൽ ദൈവമുണ്ടോ? നിങ്ങൾക്ക് അവിടെ സന്തോഷമുണ്ട്. നിങ്ങൾ ആരാധിക്കുന്ന ആരാധന സ്ഥലത്ത് ദൈവമുണ്ടോ? അവിടെ നിങ്ങൾ സന്തോഷം. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവമുണ്ടോ? ദൈവസമാധാനം നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ ഒന്ന്, കൂടെ വസിക്കുന്ന ദൈവം. രണ്ടാമത് അവിടെ പറയുന്നു, കൂടെ ഇരിക്കുന്ന ദൈവം. നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ വിഷമങ്ങൾ കേൾക്കാൻ എത്ര പേർക്ക് സമയമുണ്ട്? ഒരു കൂരയ്ക്കകത്ത് താമസിക്കുന്നവർക്ക് പോലും ഇന്ന് പരസ്പരം വിഷമങ്ങൾ, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെയോ, ഭർത്താവിന് ഭാര്യയുടെയോ, മാതാപിതാക്കന്മാർക്ക് മക്കളുടെയോ, മക്കൾക്ക് മാതാപിതാക്കന്മാരുടെയോ വിഷമങ്ങളൊന്നും കേൾക്കാൻ അവർക്ക് സമയമില്ല. രാവിലെ പോകും, രാത്രി വരും, വീണ്ടും കിടക്കും, പിന്നെയും രാവിലെ പോകും. അങ്ങനെ പോകുന്നൊരവസ്ഥ. ബിസി ലൈഫാണ് നമുക്കൊക്കെ. പക്ഷെ ദൈവം പറയാ, ആരും ഇരുന്നില്ലേ മോനെ, ഞാൻ നിന്റെ കൂടെ ഇരിക്കുക. നീ എന്നോട് പറ, നിന്റെ കഷ്ടത എന്നോട് പറ, നിന്റെ വേദന എന്നോട് പറ, നിന്റെ വിഷമം എന്താ അത് എന്നോട് പറ. കൂടെ ഇരിക്കുന്ന ദൈവം. ഏത് കഷ്ടതയിലും നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം. മൂന്നാമത്, കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം. ഈ വെളിപ്പാട് പുസ്തകത്തിൽ അതെ 13-ാമത്തെ വാക്യത്തിൽ പറയാം, നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നവനാ ദൈവം. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണു വീഴുമ്പോൾ കണ്ണുനീർ തുടയ്ക്കാൻ ആരാ ഉള്ളത്? ആരുമില്ല. മനുഷ്യരാരുമില്ല. നമ്മൾ കരയാൻ തുടങ്ങുമ്പോഴേ അവർ പോകും. മാർത്തയുടെ ഭവനത്തിനകത്ത് കൂടെ ഇരുന്ന് കരയാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നഷ്ടപ്പെട്ടതിന് തിരിച്ചു കൊടുക്കാൻ ആളും ഉണ്ടായിരുന്നു. യേശു കർത്താവ് മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു മരിച്ചടക്കം വെച്ച് ലാസറിനെ അടക്കം ചെയ്ത് 3-ാം ദിവസമാണ് യേശു വന്നത്. ആ ഭവനത്തിലേക്ക് കർത്താവ് വന്നില്ലേ? അവർക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊടുത്തെങ്കിൽ, അവരെ കണ്ണുനീരിനെ തുടച്ച ദൈവമാണെങ്കിൽ
നമുക്ക് നഷ്ടപ്പെട്ടതിനെയൊക്കെ ദൈവം തിരിച്ചു തരും. നിനക്ക് എന്താ നഷ്ടപ്പെട്ടത്? സമാധാനമാണോ? സന്തോഷമാണോ? നിന്റെ മക്കളാണോ ഇന്ന് വഴിതെറ്റിപ്പോയത്? ദൈവം അവരെയൊക്കെ തിരിച്ചു നിനക്ക് കൊണ്ടുതരും. അവസാനമായി നമ്മുടെ ദുഃഖവും കഷ്ടതകളും ദൈവം മാറ്റും. ആകയാൽ ഇന്ന് പകൽക്കാലം ഈ ദൈവം ആരാ? നമ്മുടെ കൂടെ വസിക്കുന്നവൻ. 2, കൂടെ ഇരിക്കുന്നവൻ. 3, കണ്ണുനീർ തുടയ്ക്കുന്നവൻ. 4, ദുഃഖവും കഷ്ടതയും മാറ്റുന്ന ദൈവം. നിങ്ങളുടെ എല്ലാ വഴികളിലും ദൈവത്തെ നിങ്ങൾ നനച്ചു കൊടുക്കുക. ഇന്നത്തെ പകൽ വേളയിൽ ഈ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് സഹോദരങ്ങളെ. ആരുമില്ലെങ്കിലും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കണ്ണുനീർ ആരും കണ്ടില്ലെങ്കിലും ദൈവം നിങ്ങളുടെ കണ്ണുനീർ കാണും. വിശ്വാസത്തോടെ ഈ കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കും. വിശ്വാസത്തോടെ ഈ കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ അംഗീകരിക്കുക. ഈ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ നമ്മെ ജീവപര്യന്ത വഴി നടത്തുന്ന ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് പകരട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയങ്ങളും ഞാൻ എന്നെ അറിയിക്കുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഈ വചനം നിങ്ങൾക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ.